നമ്മൾക്ക് ഓർമ്മയിലേക്കൊന്ന് തിരിഞ്ഞു പോയാലോ? ഇന്നത്തെ പോലെ വാട്സാപ്പും ഇമെയിലും ഫോൺ കോളും ഒന്നുമില്ലാതിരുന്നൊരു കാലം. അന്നത്തെ ലോകത്ത് മനുഷ്യരുടെ മനസ്സ് തുറന്നു പറയാനുണ്ടായിരുന്നത് വെറും ഒറ്റൊരു മാർഗം മാത്രമായിരുന്നു: കത്തുകളും പോസ്റ്റ് കാർഡുകളും. ഒരാളുടെ ഹൃദയത്തിൽ ഒളിപ്പിച്ചിരുന്ന സ്നേഹവും ഓർമ്മയും കണ്ണീരും സന്തോഷവും എല്ലാം എഴുതിയ വരികളിലൂടെ മാത്രം എത്തിച്ചേരുമായിരുന്നു. കത്തുകളുടെ കഥ വളരെ പഴയതാണ്. പുരാതന സംസ്കാരങ്ങളിൽ തന്നെ ആളുകൾ തങ്ങളുടെ ചിന്തകൾ മണ്ണിലെ പലകകളിലും പാപ്പിറസുകളും എഴുതി ദൂരം കടന്ന് മറ്റൊരാളിലേക്ക് അയച്ചിരുന്നു. കാലക്രമേണ കത്തുകൾ രാജാക്കന്മാരുടെയും സൈനികരുടെയും സാധാരണക്കാരുടെയും ജീവിതത്തിലെ ഒരവിഭാജ്യ ഘടകമായി മാറി. യുദ്ധകാലത്ത് മുന്നേറ്റത്തിൽ നിന്നൊരു സൈനികൻ സ്വന്തം വീട്ടിലേക്ക് എഴുതിയ ഒരു കത്ത് അവിടെ കാത്തിരുന്ന അമ്മയുടെയും ഭാര്യയുടെയും കണ്ണീരുമായി ചേർന്ന് പോകുമായിരുന്നു. ഒരു വിധത്തിൽ അത് മാത്രമായിരുന്നു ജീവിച്ചിരിപ്പിൻ്റെ തെളിവും കൂടെ. അതുപോലെ പ്രണയത്തിലായ യുവജനങ്ങൾ തമ്മിലുള്ള കത്തുകൾ, അവയിൽ എഴുതിയ ഓരോ വരിയും അവരുടെ ലോകമായിരുന്നു. പിന്നീട് ലോകം കണ്ടു പോസ്റ്റ് കാർഡുകളെ. ചെറുതായൊരു കാർഡ്, ഒരു ചിത്രം, കുറച്ച് വാക്കുകൾ. എങ്കിലും അതിലൂടെ തുറന്നുപോയത് വലിയൊരു ലോകം തന്നെയായിരുന്നു, അല്ലേ? വിദേശത്തുള്ളവർ സ്വന്തം നാട്ടിലേക്കൊരു ചെറിയ പോസ്റ്റ് കാർഡ് അയച്ചാൽ അത് മാത്രം മതിയായിരുന്നു കുടുംബത്തിൻ്റെ മനസ്സിൽ സന്തോഷം നിറയ്ക്കാൻ. നമ്മുടെ ഇന്ത്യയിൽ തപാൽ സേവനം ഒരിക്കൽ സമൂഹത്തിൻ്റെ ജീവനായിരുന്നു. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് ആ ചുവന്ന തപാൽ പെട്ടി ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിൽ വരുന്ന ഇൻലൈൻ ലെറ്ററുകളും ആ ലെറ്ററിൽ 5 രൂപ സ്റ്റാമ്പും, ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ബാല്യത്തിലെ ഓർമ്മകൾ. പോസ്റ്റ്മാൻ വന്നാൽ മുഴുവൻ വീട്ടിലും സന്തോഷം നിറഞ്ഞിരുന്ന കാലം. കാരണം പോസ്റ്റ്മാൻ കൊണ്ടുവന്നിരുന്ന ഒരു പേപ്പർ മാത്രമായിരുന്നില്ല, ജീവിതത്തിൻ്റെ തന്നെ ഒരു കഥയായിരുന്നു. കത്തുകൾ വെറും വാക്കുകൾ മാത്രമല്ല, അത് ഒരാളുടെ ഹൃദയം തുറന്നു വെച്ചൊരു ഭാഗം കൂടെ തന്നെയായിരുന്നു. സ്വന്തം അമ്മയുടെ കരച്ചിലും മകനോടുള്ള പ്രാർത്ഥനയും, എന്തിന് പ്രണയിനിയോടെയുള്ള ഒളിഞ്ഞുള്ള സ്നേഹവും ഒക്കെ ആ കുറച്ച് വരികളിൽ കുടുങ്ങിയിരിക്കും. പോസ്റ്റ് കാർഡിൻ്റെ മറുവശത്ത് കാണുന്ന ചെറിയൊരു ചിത്രം എഴുത്തിനൊപ്പം മനസ്സിലും പതിഞ്ഞു പോകും. ഇന്ന് നമ്മൾ മെസ്സേജ് അയക്കുന്നത് സെക്കൻഡിൽ കൊണ്ടാണ്. പക്ഷെ ഒരു കത്തോ പോസ്റ്റ് കാർഡോ തുറന്നു വായിക്കുമ്പോൾ കിട്ടുന്ന സ്നേഹത്തിൻ്റെ സുഗന്ധം ഒരു ഡിജിറ്റൽ സ്ക്രീൻ